നമസ്കാരം. പി എസ് സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നടന്ന ഫയർമാൻ എക്സാമിൻ്റെ ചോദ്യങ്ങളും എത്ര കട്ട് ഓഫ് എന്നൊരു റേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ ഫയർമാൻ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതുപോലെ ഇനി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും ഇനി ഏത് പരീക്ഷയായാലും ആ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നേടിയ മാർക്ക് എത്രയാണെന്നൊക്കെ ഏറ്റവും അവസാനം പറയാം. ഒരു കട്ട് ഓഫ് പ്രവചനമല്ല, എന്നാലും ഒരു കട്ട് ഓഫ് റേഞ്ച് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നേടിയ മാർക്ക് തന്നെയാണല്ലോ ഒരു കട്ട് ഓഫായിട്ട് നിശ്ചയിക്കുക. അപ്പം അത്തരത്തിലൊരു റേഞ്ച് നമുക്ക് പറയാം. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഉത്തരവൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു അവലോകനം മാത്രമാണ്. ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം 1850 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചോദ്യ മേഖലയെ അറിഞ്ഞ് പഠിക്കണമെന്ന്. നമ്മുടെ PSC ട്രിക്സ് എന്ന ഈ ചാനലിൽ നമ്മൾ ഓരോ ചോദ്യവും എടുത്തിട്ട് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയതെന്ന് PSC മുൻകാലത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരെയും, അതായത് 1850 വിപ്ലവത്തിൽ ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയവരൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപോയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ആൻസർ കിട്ടി ഒരു മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിൽ ചോദ്യമേഖല ഒരു ചോദ്യവും ആ ചോദ്യത്തിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചിട്ട് പോവുക, എന്നാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. താഴെ പറഞ്ഞ ഗാന്ധിജി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമല്ലേ ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു മാർക്ക് സിമ്പിളായിട്ട് കിട്ടും അല്ലേ. ഗാന്ധിജി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. PSC അത്യാവശ്യം നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഈ ആദ്യത്തെ റെയിൽപാത എപ്പോഴും ചോദിച്ചു. കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിച്ചു. നാഷണൽ വാട്ടർ വേയും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. റെയിൽപാത എപ്പോഴും ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ റെയിൽപാത വന്നതും ഇന്ത്യൻ റെയിൽപാത വന്നതും കേരളത്തിലത്തെ റെയിൽപാത എവിടെയൊക്കെ ആയിരുന്നു എന്നൊക്കെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. ആന്ധ്ര കേസരി നമുക്ക് എല്ലാവർക്കും അറിയും. പിന്നെയോ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ, 5ാമത്തെ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ SCERTയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി SCERT ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയ ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു ഉത്തരവ് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഐക്യരാഷ്ട്ര സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരൻ? കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചില്ലേ ഇത്. ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരൻ? കഴിഞ്ഞൊരു PSC പരീക്ഷയിൽ ചോദിച്ചു. അതുകൊണ്ടാണ് PSC പരീക്ഷ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ. അന്തരീക്ഷ പാളിയെ ട്രോപ്പോസ്ഫിയർ പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ അല്ലേ. കഴിഞ്ഞ 10th പ്രിലിമിനറി ചോദിച്ച ചോദ്യമാണ്. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറയുന്നുണ്ടെങ്കിൽ 1650 മീറ്ററിൽ എത്രയായിരിക്കും താപനില എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതൊക്കെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ചിട്ട് പോയി ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ഒരു ചോദ്യ പേപ്പറായിരുന്നു ഇത്. അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും വളരെ സിമ്പിളായിരുന്നു അല്ലേ. PSC ഉദ്യോഗാർത്ഥിക്ക് തുടങ്ങിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും വളരെ ഒരു 30 27 മാർക്ക് വളരെ കൃത്യമായിട്ട് നേടാൻ പറ്റിയ ഒരു ചോദ്യമാണ്. പിന്നെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. നാഷണൽ വാട്ടർ വേ എപ്പോൾ ചോദിക്കുന്നതാണ്. മൺസൂൺ വനങ്ങൾ എപ്പോൾ ചോദിക്കുന്നു. കാറ്റുകൾ. പിന്നെയോ മെട്രോ സർവീസ് ചോദിച്ചില്ലേ. പലതവണ ആവർത്തിച്ചു ഇന്ത്യയിലെ അടുത്ത മെട്രോ സർവീസ്. അപ്പം കുറച്ചും കൂടി PSC ഈ പരീക്ഷയിൽ ഏറ്റവും കുറച്ച് ഉദ്യോഗാർത്ഥിക്ക് വിഷമം വന്നത് ഏതാണ്? എക്കണോമിക്സിലാണ്. എക്കണോമിക്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഒരു കട്ടി കൂടിയ ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ സയൻസ്, കെമിസ്ട്രിയിൽ കുറച്ച് ടഫ് ചോദ്യങ്ങളായിരുന്നു അല്ലേ. അപ്പം എക്കണോമിക്സ് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഭരണഘടന 73, 74 അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായ ഓപ്ഷൻ ആയിരുന്നു അല്ലേ. ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ പ്രസ്താവന ചോദ്യമാണെങ്കിൽ പോലും എലിമിനേഷൻ ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമായിരുന്നു അല്ലേ. പ്രസ്താവന ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഓക്കെ അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നല്ലൊരു പരീക്ഷയായിരുന്നു. ഉദ്യോഗാർത്ഥികൾ പ്രീവിയസ് ഇയർ ചോദ്യമൊക്കെ നമ്മുടെ മന്ത്രിമാർ അവരുടെ വകുപ്പും PSC എത്ര തവണ ആവർത്തിച്ചു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു മന്ത്രിമാർ ചോദിച്ചില്ലേ. ഈ മന്ത്രിമാരെ നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കില്ലേ. അതുകൊണ്ട് ചോദ്യ മേഖലയിലെ
PSC നടത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചോദ്യങ്ങൾ എടുത്തിട്ട് അവ പഠിച്ചിട്ട് പോയാൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലേ. പിന്നെയോ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. കഴിഞ്ഞ പ്രിലിമിനറി ചോദിച്ചു അല്ലേ, പ്രിലിമിനറി പരീക്ഷയ്ക്ക് PSC ചോദിച്ചു. നമുക്കിനി എത്രയായിരിക്കും മാർക്ക് എന്ന് നോക്കിയാലോ. ഇനി 2021 കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ. 2000 LD പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 21, 22, 23, 21 ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക, 22 കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുക, 23 വളരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ. അപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ ഏകദേശം ഒരു 55-65 റേഞ്ചിലാണ് മിക്കവാറും ഉദ്യോഗാർത്ഥികൾ മാർക്ക് നേടിയിട്ടുള്ളത് അല്ലേ. എത്രയാണ്? 55-65. അപ്പോൾ സ്റ്റേറ്റ് വൈഡാണ്. CPOക്കൊക്കെ നല്ലൊരു കട്ട് ഓഫ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലേ. 50 റേഞ്ച്, 45, 50 റേഞ്ചിലൊക്കെയാണ് CPOക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പം നല്ലൊരു കട്ട് ഓഫ് തന്നെ ഉണ്ടാവും പ്രതീക്ഷിക്കുക. ഇതൊരു ഞാൻ കട്ട് ഓഫ് അല്ല, ഒരു റേഞ്ച് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുണ്ട്, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റേഞ്ച് പ്രസ്താവിച്ചത്. ഇതൊരിക്കലും PSC തിരഞ്ഞെടുക്കുന്ന ഒരു ചോദ്യമല്ല, ഇത് തന്നെ ആവണമെന്നില്ല, ഇത് മാർക്കല്ല, ഇത് തന്നെ വരണം ഒന്നുമില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഇതാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം മാർക്ക് കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾ തളരരുത്. നിങ്ങളുടെ മുന്നിൽ ഇനിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓക്കെ, സീ യു.